പക്ഷേ ഇതിൻ്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് അതിന് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സാധനം. അതായത് കുട്ടി കുടിച്ചു, പിന്നെ വൊമിറ്റിംഗ് ആയി, ലൂസ് മോഷനായി, യൂറിൻ പുറത്തു പോകാത്ത അവസ്ഥ വന്നു, കിഡ്നി ഫെയിലിയറായി, ഡയാലിസിസ് ആരംഭിച്ചു. 2 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ന്യൂസിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും? കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2 മാസം മുമ്പ് കേട്ടൊരു ന്യൂസാണ്. 2 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് എഴുതാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക നിർദ്ദേശമാണ്. അപ്പോൾ അതുവരെ കഫ് സിറപ്പ് എഴുതിയതോ? അതെ, അത് വല്ലാത്തൊരു ചോദ്യമാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും എഴുതാൻ പാടില്ല എന്നും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കലുമാണ് നല്ലത്. പുതിയ നിർദ്ദേശമാണ്. അപ്പോൾ അവർ ഇത്രയും കാലം കഫ് സിറപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ ശ്വാസം എടുത്തത്. കഫ് സിറപ്പ് ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങില്ലായിരുന്നല്ലോ. അപ്പം ശ്വസന പ്രക്രിയയെ സഹായിക്കാനാണ് കഫ് സിറപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ധാരണ പൊതുസമൂഹത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്, വലിയ തോതിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഫ് സിറപ്പിന് ഇത്രയധികം യൂസ് വന്നത്. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം അത് കൊടുക്കരുതെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ചികിത്സിക്കും? സാർ, അത് കൊടുക്കരുതെന്ന് പറയാൻ ഇന്ത്യയിൽ തന്നെ 14ഓളം കുട്ടികൾ മരിക്കേണ്ടി വന്നു. ഈ ബ്രാൻഡ് ആഫ്രിക്കയിൽ കഴിഞ്ഞ 1 വർഷം മുമ്പ് ആഫ്രിക്കയിൽ 85ഓളം കുട്ടികൾ ഈ മരുന്ന് കഴിച്ച് 85ഓളം കുട്ടികൾ മരിച്ചു. എന്നിട്ട് ഇവിടെ നിരോധിച്ചിട്ടില്ല. ആ സമയത്ത് ഇവിടെ നിരോധിച്ചിരുന്നില്ല. ഇന്ത്യയിൽ 14ഓളം കുട്ടികൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നിരോധിക്കേണ്ടി വന്നത്. അല്ല, ആ കഫ് സിറപ്പിലുണ്ടായിരുന്ന സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇതിലുള്ളത്. അതെ, അത് ഞാൻ വിചാരിച്ചത് നമ്മൾക്ക് വിഷമൊക്കെ ഇങ്ങനെ കഴിച്ചു മരിച്ചു എന്നൊക്കെ പറയില്ലേ. അതെ അതെ അതെ, ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു അങ്ങനെ മരിച്ചു. പക്ഷെ ഇതിൻ്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് അതിന് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സാധനം. അതായത് കുട്ടി കുടിച്ചു, പിന്നെ വൊമിറ്റിംഗ് ആയി, ലൂസ് മോഷനായി, യൂറിൻ പുറത്തു പോകാത്ത അവസ്ഥ വന്നു, കിഡ്നി ഫെയിലിയറായി, ഡയാലിസിസ് ആരംഭിച്ചു. 2 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്.